ഈ രേഖയുടെ വലിപ്പ ചെറുപ്പവും ഈ രേഖയുടെ ക്ലാരിറ്റിയും നോക്കിയാണ് ഒരാളുടെ ആയുസിന്റെ ബലവും അയാളുടെ ആത്മബലവും ഈ രേഖ നോക്കി പറയാം. പിന്നെ ഇത് പോയി എൻഡ് ചെയ്യുന്നത് ചിലവരുടെ കയ്യിൽ ഈ ചൂണ്ടുവിരലിന്റെ കീഴെ പോയി എൻഡ് ചെയ്യുന്നവരുണ്ട്. ചിലവരിൽ ഈ സാറ്റേൺ മൗണ്ടിൽ എൻഡ് ചെയ്യുന്നവരായിരിക്കും. അവർ കുറച്ച് സെൽഫിഷ് ആയിരിക്കും. പക്ഷെ ഇത് ആയുർരേഖ മുറിഞ്ഞെന്ന് കണ്ടിട്ട് നമ്മൾ ചാടിക്കയറി മരണമൊന്നും പ്രതീക്ഷിച്ച് കളയരുത്. കാരണം അവിടെ സപ്പോർട്ട് ആൻഡ് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് പറയുന്നത് ഇന്റർപ്രിട്ടേഷനാണ്. ഈ ലൈൻ വന്നു കഴിഞ്ഞാൽ ഒരു നോളജും വേണം. കൗണ്ട് ലൂയി ഹാമൺ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് അത് പഠിച്ചിട്ട് അതിനെ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ വലിയ ബുക്കുകളും മറ്റുമൊക്കെ ആക്കിയെടുത്തപ്പോൾ ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം വന്നു. ബൈബിളിൽ പോലും ഹസ്തരേഖ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളുണ്ട്. യോബിന്റെ പുസ്തകം 37 അധ്യായം 7 പദ്യം. ഒരു കാലഘട്ടത്തിൽ ഈ കാത്തലിക്സ് ഈ ഹസ്തരേഖ ശാസ്ത്രക്കാരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളിൽ ഒരു മോർ ദാൻ 80% കുട്ടികൾക്കും സെമിയൻ ലൈൻ ഉണ്ടാവുമെന്നാണ്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും അമേസിംഗ് റേയിലേക്ക് സ്വാഗതം. ഇന്ന് അഡ്വക്കേറ്റ് സായിറാം പി സഞ്ജയ് അദ്ദേഹം തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. സായിനാഥ് മഹാരാജ് കി ജയ്. നമുക്ക് കയ്യിൽ ഒരുപാട് രേഖകളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത രേഖകൾ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും സൂപ്പർ രേഖ ഏതാണ്? അല്ലെങ്കിൽ ഒരു രാജാവെന്നൊക്കെ പറയാൻ പറ്റിയ രേഖ ഏതാണ് ഇതിൽ? അങ്ങനെ ഒന്നുണ്ടോ? പ്രൈമറി ലൈൻസ് എന്ന് പറയുന്നത് 3 മേജർ ലൈനാണ് പ്രൈമറി ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് കാരണഭൂതരായ 2 പേര്, നമ്മുടെ അച്ഛനും അമ്മയും. പിന്നെ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു മൂന്നാമത്തെ റിലേഷൻഷിപ്പ്. ഇത് 3 റിലേഷൻഷിപ്പാണ് ഒരു പ്രൈമറി റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫാദർ, മദർ, പാർട്ട്ണർ. അപ്പോൾ ഈ 3, അപ്പോൾ അച്ഛനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആയുസ്സാണ്, അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ശരീരവും മനസ്സുമാണ്. നമുക്കൊരു ഇമോഷണൽ ലൈഫ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പാർട്ട്ണറിൽ നിന്നാണെന്ന് പറയാം. അപ്പോൾ അതിനെ 3 മേജർ ലൈനായിട്ട് ഹസ്തരേഖയിൽ പറയുന്നുണ്ട്. അപ്പം ഇന്ത്യൻ പാമിസ്ട്രിക്കകത്ത് നമ്മുടെ ആയുർരേഖയ്ക്ക് പിതൃരേഖ എന്നും കൂടെ ഒരു പേര് പറയുന്നുണ്ട്. ആയുർരേഖ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയുടെ എൻഡിൽ നമ്മുടെ ചൂണ്ടുവിരലിന് താഴെ ജസ്റ്റ് ഈ ശുക്രമണ്ഡലം ചുറ്റി കിടക്കുന്ന ഈ രേഖയാണ് ആയുർരേഖ. അപ്പോൾ ഹസ്തരേഖ ശാസ്ത്രത്തിൽ പറയുന്നത് ആയുസ്സില്ലെങ്കിൽ ഫലം പറയണ്ട എന്നാണ്. അപ്പോൾ ഈ രേഖയുടെ വലിപ്പ ചെറുപ്പവും ഈ രേഖയുടെ ക്ലാരിറ്റിയും നോക്കിയാണ് ഒരാളുടെ ആയുസിന്റെ ബലവും അയാളുടെ ആത്മബലവും അദ്ദേഹത്തിന്റെ ലൈഫ് ഫോഴ്സ് എനർജി, അയാളുടെ ജീവ ഊർജ്ജത്തിന്റെ ആത്മബലവും നമുക്ക് ഈ രേഖ നോക്കി പറയാം. ഇതാണ് ലൈഫ്. ഇതൊരു പ്രൈമറി ലൈനാണ്. ഇത് ആയുസിനെയും ഇത് നമുക്ക് സൂര്യനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. ഇനി രണ്ടാമത് ഈ സെൻട്രൽ കിടക്കുന്ന ലൈനിനെ നമുക്ക് ഹെഡ് ലൈൻ, ശിരോരേഖ, ബുദ്ധിരേഖ അല്ലെങ്കിൽ മാതൃരേഖ എന്ന് നമ്മുടെ ഭാരതീയ പാമിസ്ട്രി ലെവലിൽ ഹസ്തരേഖാ ശാസ്ത്രത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ശാരീരിക മാനസിക ബലത്തെ കുറിച്ചിട്ട് പറയേണ്ടത്. ഒരാളുടെ ഇപ്പോൾ ശിരോഷേദമൊക്കെ ഉണ്ടാകുന്ന വ്യക്തികൾക്കാണെങ്കിൽ ലൈനിൽ കാണുന്ന ദീപടയാളവും ചില പ്രത്യേക സൈനും ഒക്കെ വെച്ചിട്ട് തലയ്ക്ക് മുട്ടും തട്ടും ഒക്കെ കിട്ടാനുണ്ടെങ്കിലുള്ള രേഖയെ കുറിച്ചിട്ട് പറയാം. പിന്നെ ഈ രേഖ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അയാൾ എത്രത്തോളം ക്രിയാത്മകമായ ഒരു കാര്യം മറ്റൊരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക വളർച്ചയും അദ്ദേഹത്തിൻ്റെ ആ ലെവൽ ഓഫ് നോളജിനെയും എല്ലാം തന്നെ ഇതിൽ വളരെ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻസ് നമുക്ക് ഈ ഒരു ലൈൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് ഏത് മൗണ്ടിനെ നോക്കി എൻഡ് ചെയ്യുന്നു, അയാൾ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ പറയാവുന്ന രണ്ടാമത്തെ പ്രൈമറി ലൈൻസ് ആണ്. അടുത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത ലൈനിലോട്ട് പോകാം, കാരണം സമയം നമുക്ക് പരിമിതമായത് കൊണ്ട് തന്നെ. മൂന്നാമത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ലൈനിനെയാണ് ഹൃദയരേഖ, ഹാർട്ട് ലൈൻ, അല്ലെങ്കിൽ നമുക്കതിനെ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ ഭാരതീയ ഹസ്തരേഖ ശാസ്ത്രപ്രകാരം ബന്ധരേഖ എന്ന് കൂടെ പറയാം. അപ്പോൾ അത് റിലേഷൻഷിപ്പിനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈൻ ബേസ് ചെയ്താണ് ഒരു വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അയാളുടെ റൊമാൻറ്റിക് ലൈഫ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡൂയിങ് തിങ് ഡിഫറെൻ്റ്ലി ആണ്. ഒരു കാര്യം തന്നെ വ്യത്യസ്തമായി ചെയ്യുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇൻ്റലിജൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് ബുദ്ധിരേഖ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഒരു വ്യക്തിയുടെ ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു റൊമാൻറ്റിക് ആയിട്ടൊരു വ്യക്തിയെടുത്ത് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കുമല്ലോ. നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കളുടെ ഒരു ഗേൾ ഫ്രണ്ടിനോട് താങ്കൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ഹൃദയം കൊണ്ടായിരിക്കും, ഒരിക്കലും മനസ്സുകൊണ്ടായിരിക്കത്തില്ല. നമ്മൾ മനസ്സ് അതിനുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാരുടെ പറയൂ നീ ഹൃദയത്തിൽ തൊട്ട് പറയൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ അവിടെ ലോജിക്ക് ഉണ്ടാവില്ല, അവിടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവില്ല.
നമ്മളൊരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പോലെ നമ്മളിങ്ങനെ നാച്ചുറലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈൻ ബേസ് ഇപ്പോൾ കലാകാരന്മാരുടെ കയ്യിലെ ലൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കർവ്ഡ് ആയിട്ട് വളരെ ഷേപ്പ്ഡ് ആയിട്ടുള്ള രേഖയായിരിക്കും, വളരെ മനോഹരമായിരിക്കും. ഇതിങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ദേ ഹാവ് ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നാണ്. അവർ വളരെ പ്രാക്ടിക്കൽ മൈൻഡഡ് ഉള്ളവരുടെ ലൈനിലാണെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഇത് പോയി എൻഡ് ചെയ്യുന്നത് ചിലവരുടെ കയ്യിൽ ഈ ചൂണ്ടുവിരലിന്റെ കീഴെ പോയി എൻഡ് ചെയ്യുന്നവരുണ്ട്. അവരൊരു സാക്രിഫൈസിങ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കും. ചിലവരിൽ ഈ സാറ്റേൺ മൗണ്ടിൽ എൻഡ് ചെയ്യുന്നവരായിരിക്കും. അവർ കുറച്ച് സെൽഫിഷ് ആയിരിക്കും. ഒരു നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നടുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഹൃദയം. ഇതാണ് 3 പ്രൈമറി ലൈൻസ്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരുടെ കയ്യിൽ ഈ 3 ലൈനും ഉണ്ടാവും. പക്ഷെ ഒരു 10% ആൾക്കാരിൽ ഈ പറയുന്ന ബുദ്ധിരേഖയും ഈ പറയുന്ന ഹൃദയരേഖയും കൂടെ ചേർന്ന് ഒരൊറ്റ ലൈനായിട്ട് സെമിയൻ ലൈൻ അല്ലെങ്കിൽ വ്യാസരേഖ എന്ന രീതിയിൽ വരും. അത് വളരെ റെയറാണ്. ഒരു 10% ആൾക്കാരിൽ മാത്രം വരുന്ന ഒരു ഇതാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ ആദ്യം പ്രതിപാദിച്ച മറ്റൊരു മേജർ ലൈനാണ് ഈ ഫോർച്യൂൺ ലൈൻ, വിധിരേഖ എന്ന് പറയുന്നത്. നമ്മൾ സാറ്റേൺ മൗണ്ടിൽ എൻഡ് ചെയ്യുന്ന കർമ്മരേഖ എന്നെല്ലാം പറഞ്ഞ വിധിരേഖ, ഫോർച്യൂൺ ലൈൻ. അതില്ലെങ്കിൽ വിധി ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. അതുള്ളത് നമ്മുടെ കഠിനാധ്വാനത്തെയും നമ്മുടെ ദീർഘവീക്ഷണത്തെയും സ്റ്റെബിലിറ്റിയെയും ഹാർഡ് വർക്കിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു കുറച്ച് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഇനി അതുപോലെ തന്നെ നമ്മളുടെ മോതിരമിടുന്ന ഫിംഗറിന്റെ താഴെ വരുന്ന ഒരു ലൈനെയാണ് സൂര്യരേഖ അല്ലെങ്കിൽ ഗ്രേസ് ഓഫ് ഗോഡ് ലൈൻ എന്ന് പറയുന്ന സൂര്യരേഖ. ഇതാണ് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് പവറിനെയും നമ്മളുടെ ദൈവാധീനത്തെയും നമ്മുടെ സാമ്പത്തിക ധനരേഖയെന്നും കൂടെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഈ രേഖ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈശ്വര അനുഗ്രഹം ഉണ്ടാകുകയും അവരുടെ ഇൻറ്റ്യൂട്ടീവ് പവർ, അവരൊരാളെ ജഡ്ജ് ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അവർക്ക് അവരുടെ ഇതിന് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഈ ഒരു ലൈൻ വെച്ചിട്ട് പറയാം. ഞാൻ മേജർ ലൈൻസിനെ കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലൈനാണ് നമ്മുടെ ആയുർരേഖയ്ക്ക് സമാന്തരമായി കാണുന്ന ഒരു സപ്പോർട്ട് ലൈൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന ഒരു ലൈൻ. ഇതിനെ നമുക്ക് സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ലൈൻ എന്ന് പറയും. ഇപ്പൊ ചില ആൾക്കാരുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ആയുർരേഖ മുറിഞ്ഞിരിക്കും. ഇപ്പം എല്ലാവരുടെയും ബേസിക് നോളജ് ആയുർരേഖ മുറിഞ്ഞു കഴിഞ്ഞാൽ അവരിന് ആയുർസിന് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു, മരണം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇത് ആയുർരേഖ മുറിഞ്ഞെന്ന് കണ്ടിട്ട് നമ്മൾ ചാടിക്കയറി മരണമൊന്നും പ്രതീക്ഷിച്ച് കളയരുത്. കാരണം അവിടെ സപ്പോർട്ട് ആൻഡ് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നിർണായക സന്ദർഭത്തിൽ താങ്കൾ വെള്ളത്തിൽ വീഴുന്നു പോയാലും ഹെലികോപ്റ്ററിൽ ഒന്നൊരു കയറിട്ട് തരുന്ന ഒരു അവസ്ഥയാണ്. ഈശ്വരൻ. അത് മാത്രമല്ല, നമുക്ക് കുടുംബ പരദേവതാ പ്രീതി ഉണ്ടെങ്കിലും ഈ ഒരു ലൈനിന്റെ പ്രസൻസ് ഉണ്ടാവും. നമുക്ക് നിർണായക സന്ദർഭത്തിൽ ഒരു ഗോഡ് ഫാദർ പോലെ ഒരു ഗുരുവിന്റെ ബ്ലെസ്സിങ് ഉണ്ടാകുന്നവരിലും ഇത്യാദി ലൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകുന്ന ലൈനാണ്. ഇപ്പം മേജർ ലൈനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയുമാണ് മേജർ ലൈൻ. ഇനി സ്പെഷ്യൽ ലൈനുകളുണ്ട്. സ്പെഷ്യലിനെ കുറിച്ച് എത്ര വേണേലും പറഞ്ഞു വയ്ക്കാം. ഒരു ലൈൻ കൂടെ ഞാൻ പറയും ഈ കൂട്ടത്തിൽ. അതിന് സരസ്വതി ലൈൻ എന്നൊരു പേര്. അതായത് നമ്മുടെ മൗണ്ട് ഓഫ് മൂണിൽ നിന്ന് ഒരു രേഖ തുടങ്ങി മൗണ്ട് ഓഫ് മെർക്കുറി, അതായത് നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ മെർക്കുറി മൗണ്ടിൽ വന്ന് ഇങ്ങനെ ഒരു വളഞ്ഞു കിടക്കുന്ന ഒരു ലൈൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിനെ സരസ്വതി ലൈൻ എന്ന് പറയും. ഇവർക്കാണ് അതീന്ദ്രിയ ജ്ഞാനം, അവർക്ക് പ്രെഡിക്ഷൻ പവർ കൂടുതൽ, അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് പറയുന്നത് ഇന്റർപ്രിട്ടേഷനാണ്. അതായത് നമ്മൾ പഠിച്ച ആ പാമിസ്ട്രി എന്ന് പറഞ്ഞ ശാസ്ത്രത്തെ അപഗ്രഥിച്ചുകൊണ്ട് ആ നോളജുകളെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ ബേസ്ഡ് ഓൺ അവർ നോളജ്. മറ്റുള്ളവർക്കൊന്നും പഠിക്കണ്ട. ഈ ലൈൻ വന്നു കഴിഞ്ഞാൽ ഒരു നോളജും വേണ്ട, വെറുതെ ഇരുന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. എന്തും അവർക്ക് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകും, അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആകും. അതാണ് ഇൻറ്റ്യൂഷൻ. അതിന് ഇൻറ്റ്യൂഷൻ ലൈൻ, ഇതിന് സരസ്വതി രേഖ എന്നാണ് പേര്. ഇത് ചില വ്യക്തികളിൽ വളരെ ശക്തമായി കിടക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 1-2 വ്യക്തികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ പിന്നെ IAS നന്ദകുമാർ സാറിൻ്റെ കയ്യിൽ 2 സരസ്വതി രേഖ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ നോക്കാൻ എനിക്ക് വലിയൊരു ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം എന്നെ കൈ കാണിച്ചു. അതെനിക്ക് വലിയ കിട്ടിയൊരു ഭാഗ്യമാണ്. ഒരു സ്ഥാനത്ത് കാണുന്ന വ്യക്തിയും കൂടെയാണ് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഭാരതീയ ഹസ്തരേഖ പ്രകാരമുള്ള ലൈൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന് പുറത്ത് ഈ വിദേശീയത്ത് ഇതേപോലുള്ള ഹസ്തരേഖ ശാസ്ത്രവും അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല ഞാനത് ഉദ്ദേശിച്ചത്. നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് എല്ലാ സനാതന ധർമ്മത്തിൻ്റെയും റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം തന്നെയാണ്, ഹിന്ദുസ്ഥാൻ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് നമുക്ക് എന്താ അറിയോ, നമ്മൾ ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ പോവുകയും കൗണ്ട് ലൂയി ഹാമൺ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് അത് പഠിച്ചിട്ട് അതിനെ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ വലിയ ബുക്കുകളും മറ്റുമൊക്കെ ആക്കിയെടുത്തപ്പോൾ ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം വന്നു.
ഒരു കാലഘട്ടം ബൈബിളിൽ പോലും ഹസ്തരേഖ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളുണ്ട്. യോബിന്റെ പുസ്തകം 37 അധ്യായം 7 പദ്യം അവന്റെ കൈകളിൽ മുദ്രകൾ സ്ഥാപിച്ചു എന്നുള്ള ബൈബിൾ വചനമുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഈ കാത്തലിക്സ് ഈ ഹസ്തരേഖ ശാസ്ത്രക്കാരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർ ഇതിന്റെ ശാസ്ത്രീയ അടിത്തറ ഇപ്പൊ ഡോക്ടേഴ്സ് പോലും ഇതിനൊരു ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ബ്രെയിനിന് ഏറ്റവും കൂടുതൽ നെർവ്സ് വരുന്നത് നമ്മുടെ കൈകളിലോട്ടാണ്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസിന്റെ ഡിഫറൻസ് കയ്യിൽ റിഫ്ലക്ട് ചെയ്യും. ഒരു അസുഖാവസ്ഥ നമുക്ക് കയ്യിൽ അറിയാൻ പറ്റും. മെഡിക്കൽ പാമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു സെമിയൻ ലൈൻ എന്ന് പറഞ്ഞത് ഈ 2 ലൈനും കൂടെ വന്നിട്ട് ഒരു സിംഗിൾ ലൈൻ ആകുന്ന ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞിരുന്നു. അതിനെ സെമിയൻ ലൈൻ അല്ലെങ്കിൽ വ്യാസരേഖ എന്ന് പറയും. അവിടെ ഡൗൺ സിൻഡ്രോംസ് ഉള്ള കുട്ടികളിൽ ഈ സെമിയൻ ലൈൻ ആയിരിക്കും. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളിൽ ഒരു മോർ ദാൻ 80% കുട്ടികൾക്കും സെമിയൻ ലൈൻ ഉണ്ടാകുമെന്നാണ് വസ്തുത. അപ്പൊ കൈകളെ 2ആയിട്ട് പകുക്കുന്ന ഒരൊറ്റ ലൈൻ മാത്രമേ അവർക്ക് ഉണ്ടാകത്തുള്ളൂ. വെസ്റ്റേൺ രീതികളിൽ അവർക്ക് ഈ പറയുന്ന ബന്ധരേഖ എന്നുള്ള പേര് അവർ വിട്ടുകളഞ്ഞു. ഇതിനെ പിതൃരേഖ എന്നുള്ള പേര് വിട്ടുകളഞ്ഞിട്ട് അവർ ആയുർരേഖ എന്ന് മാത്രമേ. കാരണം ഇതിനെ പിതാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും കൂടെ നമുക്ക് പറയാം. കാരണം നമ്മുടെ ഭാരതീയ കൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു റിയൽ പേരായിരുന്നു പിതൃരേഖ, മാതൃരേഖ, ബന്ധരേഖ. ഇതായിരുന്നു നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്തിരുന്ന വാക്കുകൾ. ഇതിനെ ഇംഗ്ലീഷ് വൽക്കരിച്ചപ്പോൾ ലൈഫ് ലൈൻ, ഹെഡ് ലൈൻ, ഹാർട്ട് ലൈൻ എന്നവർ മാറ്റിയപ്പോൾ നമ്മൾ അതിനെ വീണ്ടും മലയാളീകരിച്ച് ആയുർരേഖ. ഈ സാധ്യതകൾ ഇപ്പം ഇവിടെ ഭാരതത്തിൽ മാത്രമല്ല, ഇതിൽ പുറത്ത് സാധ്യതകൾ ഏറെ കൂടുതലുണ്ട്. ജർമ്മനിയിലും അവിടെ ഏറ്റവും കൂടുതൽ പാമിസ്റ്റ് പല രാജ്യങ്ങളിലും ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക്കലി അവർ യൂസ് ചെയ്യാണ്. സയന്റിഫിക്കലിയാണ് അവർ ഇതിന്റെ ശാസ്ത്രീയ അടിത്തറയോടെ കൂടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം അതിന് അത്രയും പ്രൂഫ്സ് ഉണ്ട്. ഇത് എവിഡൻസ് ആണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ദൈവം വരയ്ക്കുന്ന ലൈനുകളാണ്. കയ്യിൽ ഒരു മാൻ മെയ്ഡ് സംഭവം അല്ല. ആൻഡ് എവറി പേഴ്സൺ ഹാവ് എ യൂണിക് പേഴ്സണാലിറ്റി അല്ലെ. എല്ലാവരും യുണീക്കാണ്. നമ്മുടെ വിരലുകൾ ഇപ്പൊ ഇത് നമ്മൾ ആധാർ കാർഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വിരലിനെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. താളിയോല മറ്റേ ഇവിടെ പോയിട്ട് വൈദ്യീശ്വരൻ കോലി പോകണം ഇതിന്റെ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ളപ്പോൾ തന്നെ 4 മാസം 4ാമത്തെ മാസം ബ്രെയിൻ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ കൈകളിലെ ലൈനും തെളിഞ്ഞു തുടങ്ങുമെന്നാണ്.